അങ്ങനെ വാഴ 2 എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രം മതി. സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ ലോക സിനിമയുടെ കളക്ഷനെയാണല്ലോ മറികടക്കേണ്ടത്. ലോക സിനിമയുടെ കളക്ഷൻ, ഇൻഡസ്ട്രി ഹിറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് അത് 122 കോടി രൂപയാണ്. ആ കളക്ഷനെയാണ് വാഴ 2 സിനിമയ്ക്ക് മറികടക്കാനുള്ളത്. ഇപ്പോൾ പറയാനുള്ള കാര്യം എന്തെന്നാൽ അത് മറികടക്കുമോ എന്നാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ സിനിമ 300 കോടി എന്ന നേട്ടം കൈവരിക്കുമോ, അല്ലെങ്കിൽ ലോകയുടെ 300 കോടി എന്ന കളക്ഷനെ മറികടക്കുമോ എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഒരു കാര്യം എന്തായാലും എടുത്തു പറഞ്ഞേ പറ്റുകയുള്ളൂ. ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് 3 ആഴ്ചയോളമായിട്ടുണ്ട്. എന്നിട്ട് പോലും സിനിമയ്ക്ക് വമ്പൻ ബുക്കിംഗ് ആണ്, ടിക്കറ്റ് വിറ്റ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കേരളത്തിൽ നിന്ന് എന്തായാലും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള കാരണമാണ് മെയ് 1-ാം തീയതിയാണ് ഒരു വലിയ സിനിമ ഇറങ്ങാൻ പോകുന്നത്. ആ സിനിമ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഏപ്രിൽ 30-ാം തീയതി വരെ വമ്പൻ കളക്ഷൻ തന്നെ നേടുന്നതായിരിക്കും. മിക്കവാറും ലോക സിനിമയുടെ 122 കോടി കേരളത്തിൽ നിന്ന് മാത്രം കിട്ടിയ കോടി മിക്കവാറും വാഴ 2 എന്ന് പറയുന്ന സിനിമ നിസ്സാരമായി മറികടക്കുന്നതായിരിക്കും. അപ്പോൾ മെയ് 1-ാം തീയതി വരെയെങ്കിലും നല്ല രീതിയിൽ വാഴ 2ക്ക് ബുക്കിംഗ് വരുന്നതുമായിരിക്കും. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇൻഡസ്ട്രി ഹിറ്റ് ഒരു 99% വാഴ 2 എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതൽ തന്നെയാണ്. പിന്നെ ആകെയുള്ള ഒരു സംശയമുള്ള കാര്യം എന്തെന്നാൽ, അതായത് സിനിമ 300 കോടി അടിക്കുമോ എന്നൊരു കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഒരു 210 കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ മറ്റൊരു ഭാഷയിലുള്ള റിലീസാണ് ഏപ്രിൽ 24-ാം തീയതി തെലുങ്കു റിലീസ് വാഴ 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ മലയാളി ഓഡിയൻസിന് കണക്ട് ആയതുപോലെ തന്നെ തെലുങ്കു ഓഡിയൻസിനും കൂടെ കണക്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും ഒരു 90%-ഓളം 300 കോടിയൊക്കെ നേടാൻ ഉറപ്പായും സാധ്യതയുണ്ട്. പക്ഷേ ഇനി തെലുങ്കു ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ 300 കോടി എന്ന് പറയുന്നത് അതൊരു അത്യാവശ്യം സംശയമുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഒരു 260 കോടി അല്ലെങ്കിൽ 250 കോടി റേഞ്ചിലെങ്കിലും എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇൻഡസ്ട്രി ഹിറ്റ് എന്തായാലും ഒരു 99% ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും. പക്ഷെ 300 കോടി നേടുമോ എന്നൊരു കാര്യത്തിലാണ് ചെറിയൊരു സംശയമുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. തെലുങ്കു റിലീസ് പ്രകടനം എങ്ങനെയുണ്ട്, തെലുങ്കു ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തു വെച്ചോളൂ. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതുവരെ എന്തായാലും ബൈ ബൈ.